إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 141-142 വചനങ്ങൾ നോക്കൂ നിങ്ങൾ. എന്താണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ? അല്ലാഹ് പറയുകയാണ്, വലയുമഹിസല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വിശ്വാസികളെ പലതരം പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസികളെ ശുദ്ധീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നിലനിർത്താൻ, അത് ലോക ജനങ്ങൾക്ക് മാതൃകയാക്കുവാൻ വേണ്ടി എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ സൂചന. വയംഹക്കൽ കാഫിരീൻ, അവിശ്വാസികളെ തുടച്ചു നീക്കാനും അവിശ്വാസികളുടെ അഭിവൃദ്ധിയെ തുടച്ചു നീക്കുവാനും അവർക്ക് പരാജയം രുചിപ്പിക്കുവാനും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം യുദ്ധങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും അക്രമങ്ങളെയോ അതിക്രമങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അം ഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, നിങ്ങൾ വിചാരിക്കുകയാണോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് മുഅ്മിനീങ്ങളോട് ശക്തമായ തഖീദിന്റെ സ്വരത്തിൽ അല്ലാഹു സംസാരിക്കുകയാണ്. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്നും ത്യാഗപരിശ്രമം നടത്തുന്നവർ, ധർമ്മസമരം നടത്തുന്നവർ ആരാണെന്ന് അല്ലാഹു തിരിച്ചറിയുന്നതുവരെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും വേർതിരിച്ചു മനസ്സിലാക്കാൻ, വേർതിരിച്ചു അറിയിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അതിൽ വിജയിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. വയഅലമസ്വാബിരീൻ, ക്ഷമാലുക്കളാരാണെന്നും നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ധർമ്മസമരത്തിന്റെ സമയത്ത് നല്ല ത്യാഗപരിശ്രമ ബുദ്ധി വേണം. അത് മാത്രമല്ല നല്ല ക്ഷമയും വേണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. സ്വശരീരത്തോടും ദേഹേച്ഛയോടും പിശാചിനോടും സമരം ചെയ്യുന്നതും ധർമ്മസമരത്തിൽപ്പെട്ട തന്നെയാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ ആ ദേഹേച്ഛയോടുള്ള സമരത്തിനെയാണ് ഏറ്റവും വലിയ ധർമ്മസമരമായി അള്ളാഹുവിന്റെ റസൂൽ ജിഹാദായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ജിഹാദൊക്കെയും ഇതിൽ ഉൾക്കൊള്ളും. അങ്ങനെ മുഅ്മിനീങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് അർഹരാക്കുന്ന രൂപത്തിൽ ഒരു മാതൃകാ മനുഷ്യരായി ജനതയായി വാർത്തെടുക്കാൻ അല്ലാഹു പ്രത്യേകമായ ചില പരീക്ഷണങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് വേണം ഇത്തരമായതിൽ കൂടി പഠിക്കാൻ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.